ഏതൊരു യൂട്യൂബേഴ്സിന്റെ അല്ലെങ്കിൽ ഏതൊരു യൂട്യൂബിൽ ഉള്ള ഒരാളുടെ വീഡിയോ നമ്മൾ നോക്കിയാലും നമുക്ക് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഒക്കെയാണ്. അഥവാ ഇനി ലൈറ്റിംഗ് ഇല്ലാത്ത വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ അവർ പുറത്ത് വെച്ചായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ക്യാമറ ക്വാളിറ്റി നല്ലതായിരിക്കും. അപ്പം ലൈറ്റിംഗ് എന്ന് പറഞ്ഞാലും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാലും ഞാനും ഒരു ബിഗിനർ ആണ്. പക്ഷെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ആ ബിഗിനിങ് സ്റ്റേജിലും എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ എത്രത്തോളം ഒരു എന്താ പറയുന്ന ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ക്ലീൻ ആയിട്ട് കൊടുക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അപ്പൊ ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു റിംഗ് ലൈറ്റ് മേടിച്ചു. അതുപോലെ തന്നെ വീട്ടിൽ തന്നെയാണ് എനിക്ക് മൈക്കൊക്കെ മേടിച്ചു തന്നത്. മൈക്ക് മേടിച്ചു തന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം അല്ലെങ്കിൽ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. എൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രമായിരുന്നു അറിയാവുന്നത് എനിക്ക് ചാനലുണ്ട് എന്നുള്ളത്. അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താവട്ടെ, എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്താവട്ടെ ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് 2-3 പേരിങ്ങനെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എന്നോട് ചോദിച്ച് അങ്ങനെയാണ് കേട്ടോ ഞാൻ അറിയുന്നത്. അതുപോലെ ഫാമിലി മെമ്പേഴ്സും അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പച്ചിയാണേലും അതുപോലെ എൻ്റെ അടുത്ത് കണ്ടിട്ട് വന്ന് ചോദിച്ച് അങ്ങനെയാണ് കേട്ടോ അറിയുന്നത്. അപ്പൊ ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. പിന്നെ എല്ലാ കാലമൊന്നും നമുക്ക് അങ്ങനെ ഒളിച്ചും പാത്തും യൂട്യൂബ് ചാനലിൽ കൊണ്ടുപോകാനൊന്നും പറ്റത്തുമില്ല. കാരണം എങ്ങനെയാണേലും യൂട്യൂബ് സജഷനായിട്ട് കൊടുക്കും. അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പറ്റിയ അടുത്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തില്ല. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്തതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കുന്നവർക്ക് പലർക്കും തോന്നിയേക്കാം കൺസിസ്റ്റൻസി എന്താണ് ഇതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം. അപ്പം ഡെയിലി വീഡിയോ ഇടണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ വീഡിയോ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് വരാൻ പാടില്ല. ഇപ്പൊ ആഴ്ച നിങ്ങൾ ഒരു 4 ദിവസമാണ് വീഡിയോ ഇടുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് എല്ലാ ആഴ്ചയും 4 ദിവസം വീഡിയോ ഇടുന്നു, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇപ്പൊ എല്ലാ ദിവസവും വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ദിവസം ഒരു 10-15 വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ടോ നിങ്ങൾ ക്ലിക്ക് ആവണമെന്നില്ല. ഞാനും ഇപ്പൊ ആ ഒരു സ്റ്റേജ് വരെ ഒന്നും എത്തിയിട്ടില്ല. അപ്പം ഡെയിലി ഒരുപാട് വീഡിയോ ഇട്ടെന്നും പറഞ്ഞു ആവത്തില്ല. 1-2 വീഡിയോ ഇടുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ക്ലിക്ക് ആവുന്നത്. അപ്പം എല്ലാം സത്യം പറഞ്ഞാൽ ഒരു ലക്കാണ്. ചിലപ്പം നിങ്ങളുടെ ഒരു 10-30ാമത്തെ വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് ലക്ക ഇങ്ങനെ ഒരുപാട് വ്യൂസ് കിട്ടുന്നത്. അപ്പം നമുക്കത് എപ്പോൾ കിട്ടും എന്നുള്ളതിൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പം നിങ്ങൾ എങ്ങനെ ഒരു പാറ്റേണിൽ നിങ്ങൾ വീഡിയോ ഇട്ടാലും അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. അപ്പം എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് വീഡിയോ ഇടും, പിന്നെ ഞാൻ അടുത്ത മാസം പിന്നെ അടുത്ത എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ദിവസം വരുമ്പോൾ അന്നൊരു വീഡിയോ, ഇങ്ങനെയായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ കാഷ്വലി ഒരു ചേട്ടൻ്റെ, എനിക്ക് ചാനലിന്റെ പേര് ഓർമ്മയില്ല, അപ്പം ഞാൻ ആ ചേട്ടൻ്റെ വീഡിയോ എടുത്ത് വെച്ച് ഞാനിങ്ങനെ കണ്ടു. അപ്പം ആ സമയത്ത് ഞാൻ വീട്ടിലില്ല, ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ കണ്ടോണ്ടിരുന്നതാണ്. അപ്പൊ കണ്ടപ്പം ആ ചേട്ടൻ ഇങ്ങനെ പറയുന്നു, എന്താ കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നുള്ളത്. അപ്പം കൺസിസ്റ്റൻസി, അപ്പം ഞാൻ ചോദിച്ചു കൺസിസ്റ്റൻസി